ഇനി മറ്റൊരു ചോദ്യം നോക്കുക. ന്യൂമറിക്കലി 2 thermometers, one in Fahrenheit scale and another in Celsius scale, shall read same at ഓപ്ഷൻ ബി -40 ഡിഗ്രി സെൽഷ്യസ്, 0 ഡിഗ്രി സെൽഷ്യസ്, -273 ഡിഗ്രി സെൽഷ്യസ്, -100 ഡിഗ്രി സെൽഷ്യസ്. ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഒരു കുറച്ച് ഐസ് പീസ് ഉണ്ടെന്ന് കരുതുക. ഐസ് പീസിൻ്റെ അകത്തേക്ക് 2 തെർമോമീറ്റർ ഇറക്കി വയ്ക്കുന്നു. 2 തെർമോമീറ്ററിൽ ഒന്ന് ഫാരൻഹീറ്റ് തെർമോമീറ്ററും അടുത്തത് സെൽഷ്യസ് സ്കെയിൽ തെർമോമീറ്ററും. ഇത് രണ്ടും കൊണ്ട് നമ്മൾ ഒരേ മാറ്ററിൻ്റെ ആ ടെമ്പറേച്ചറാണ് അളക്കുന്നത്. അങ്ങനെ അളക്കുമ്പോൾ അത് എത്ര ഡിഗ്രി സെൽഷ്യസിലാണ് ഒരേപോലെ റീഡിങ് വരുന്നതെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഇതിൽ ഈ ആ ഐസിന് -40 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് നിങ്ങൾ അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഈ തെർമോമീറ്റർ ഇറക്കി വയ്ക്കുമ്പോൾ അതിൽ ആ -40 ഡിഗ്രി സെൽഷ്യസിൽ നിൽക്കുന്നതായതുകൊണ്ട് ഇതിൻ്റെ രണ്ടിൻ്റെ റീഡിങ് ഒരുപോലെ കാണിക്കും. മനസ്സിലായി? രണ്ടും കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിൻ്റാണ്. എന്നാൽ 0-ലോ അല്ല -273 ഡിഗ്രി സെൽഷ്യസിലോ -100 ഡിഗ്രി സെൽഷ്യസിലോ ഒന്നും ഇരിക്കുന്ന ഒരു ഓബ്ജക്റ്റിനും ഈ 2 തെർമോമീറ്ററും വെച്ച് നോക്കിയാൽ ഒരേപോലെ വരില്ല. അതായത് രണ്ടിലൊന്നും നമുക്ക് ടെമ്പറേച്ചർ അളക്കാൻ സാധിക്കും, എന്നിട്ട് ഒന്നിനെ മറ്റായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാനും സാധിക്കും. പക്ഷേ 2 റീഡിങ്ങും ഒരുപോലെ വരുന്നതാണ് -40 ഡിഗ്രി സെൽഷ്യസ്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഇനി അടുത്തത്, ദ ടെമ്പറേച്ചർ ഓഫ് എ പ്ലേസ് ഓൺ വൺ സണ്ണി ഡേ ഈസ് 113 ഫാരൻഹീറ്റ്. കെൽവിൻ സ്കെയിൽ റീഡിംഗ് ഇൻ ദിസ് പ്ലേസ് വിൽ ബി. അതായത് ഇത്രയേ ഉള്ളൂ, ജസ്റ്റ് കൺവേർഷൻ്റെ ക്വസ്റ്റ്യനാണ്. അത് 113 ഡിഗ്രി ഫാരൻഹീറ്റ് ഉള്ളതിനെ നമ്മൾ കെൽവിൻ സ്കെയിലായിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. 318K, 45K, 62.8K, 335.8K എന്ന് പറയുന്നത്. അതിൻ്റെ കൺവേർഷൻ എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ തന്നിരിക്കുന്ന 113 ഫാരൻഹീറ്റിൽ നിന്ന് 32 ആദ്യം മൈനസ് ചെയ്യണം. എന്നിട്ട് 5/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതെന്തായിട്ട് മാറും? സെൽഷ്യസ് സ്കെയിലായിട്ട് മാറും. ആ സെൽഷ്യസ് സ്കെയിലിൻ്റെ കൂടെ 273.15 ആഡ് ചെയ്താൽ മതി. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ നിങ്ങളോട് പറഞ്ഞിരുന്നു സെൽഷ്യസ് സ്കെയിലിനെ ഫാരൻഹീറ്റ് ആക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞിരുന്നു. അതായത് സെൽഷ്യസ് സ്കെയിലിനെ ഫാരൻഹീറ്റ് ആക്കാൻ 9/5 കൊണ്ട് മൾട്ടിപ്ലൈ ശേഷം എന്ത് ചെയ്താൽ മതി? 32 ആഡ് ചെയ്താൽ മതിയെന്നു. ഇത് നേരെ മറിച്ച് 113യുടെ നിന്ന് 32 മൈനസ് ചെയ്യുന്നു, എന്നിട്ട് 5/9 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ കിട്ടുന്ന സെൽഷ്യസ് സ്കെയിലിലുള്ള ടെമ്പറേച്ചറിൻ്റെ കൂട്ടത്തിൽ നമ്മൾ 273.15 ആഡ് ചെയ്താൽ അത് കെൽവിൻ സ്കെയിലായിട്ട് മാറും. അതായത് 318.15. ദാറ്റ് ഈസ് നിയർലി ഇവിടെ ഓപ്ഷനിൽ 318K തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ടുള്ള ആൻസറായിട്ട് വരുന്നത്. അടുത്ത ചോദ്യം നോക്കിക്കേ.